Dear students, welcome to second class on circle measures. In the last class, we have derived perimeter of a circle with the diameter 1 unit is approximately 3.14. That decimal number is denoted by the symbol pi. Perimeter of a circle with the diameter 1 unit is pi. ഇന്നത്തെ നമ്മൾ ക്ലാസ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി പറയാനുള്ളത്. ഡയമീറ്റർ 1 യൂണിറ്റ് ആകുമ്പോൾ പെരിമീറ്റർ പൈ ആണെന്ന് മനസ്സിലായി. ഇന്ന് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഡയമീറ്ററിന്റെ റേഷ്യോയിലായിരിക്കും പെരിമീറ്ററും മാറുക എന്നുള്ളതാണ്. ദറ്റ് മീൻ ഡയമീറ്റർ ഡബിൾ ആവുന്നുണ്ടെങ്കിൽ പെരിമീറ്റർ ഡബിൾ ആവും. ഡയമീറ്റർ 3 ടൈംസ് ആണെങ്കിൽ പെരിമീറ്റർ 3 ടൈംസ് ആവും. ഡയമീറ്റർ 1 യൂണിറ്റ് ആണെങ്കിൽ പെരിമീറ്റർ പൈ ആണെങ്കിൽ ഡയമീറ്റർ 2 യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഡയമീറ്റർ ഡബിൾ ആവുന്നുണ്ടെങ്കിൽ പെരിമീറ്റർ 2 പൈ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ കാര്യം ഫിഗറിലൂടെ നമ്മൾ പറയാൻ പോകാൻ ശ്രദ്ധിക്കുക. ഹിയർ ഐ ഹാവ് ഡ്രോൺ എ സർക്കിൾ വിത്ത് റേഡിയസ് ഡയമീറ്റർ 1 യൂണിറ്റ്. ഈ സർക്കിളിന്റെ ഡയമീറ്റർ 1 യൂണിറ്റ് ആണെന്ന് സപ്പോസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ പൈ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡബിൾ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ ഞാൻ ഇതിന്റെ പുറത്ത് വരയ്ക്കുകയാണ് വിത്ത് സെയിം സെന്റർ. നമുക്ക് പറയേണ്ടത് ഇപ്പൊ കിട്ടിയ ഈ സർക്കിളിന്റെ പെരിമീറ്റർ ഇതിന്റെ ഡബിൾ ആണെന്നാണ്. ഇത് പൈ യൂണിറ്റ്സ് ആണെന്ന് കണ്ട് അപ്പൊ ഇത് 2 പൈ യൂണിറ്റ്സ് ആണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് പ്രൂവ് ചെയ്യേണ്ടതിന് നമ്മൾ ഇവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈ സ്മോളർ സർക്കിളിൽ കൊടുക്കുക, അതേപോലെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈ ലാർജർ സർക്കിളിൽ ഇൻസ്ക്രൈബ് ചെയ്യുക. അങ്ങനെ 2 ട്രയാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെറിയ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിൾ 2 ട്രയാങ്കിൾ ശ്രദ്ധിക്കുക. ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ ഡബിൾ ഉണ്ട് വലുതിനെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഫോർ ദിസ് ഇഫ് വി ഡ്രോ ലൈൻസ് ഫ്രം ദി സെന്റർ ഓഫ് ദി സർക്കിൾ ത്രൂ ദീസ് വെർട്ടിസസ് ഫ്രം ഹിയർ, ഇഫ് വി ഡ്രോ എ ലൈൻ ദീസ് 2 വെർട്ടിസസ് like that from center, if you draw a line through these 2 vertices, we will get such a figure. ഈ 2 ട്രയാങ്കിൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് സിമിലർ ആണെന്ന് കാണാൻ പറ്റും. ബിക്കോസ് this one's length is the radius of the smaller circle while that one is one side of the smaller triangle. എന്നപോലെ ഈ ലെങ്ത് റേഡിയസ് ഓഫ് ദി ലാർജ് സർക്കിൾ ആണ്, അത് ഈ വലിയ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ്. Their radii is what ratio exists there. It is 1:2 എന്ന റേഷ്യോയിലാണ്. കാരണം സർക്കിളിന്റെ റേഡിയകൾ എടുത്തത് അങ്ങനെയാണ്. ഈ സൈഡിന്റെ ഡബിൾ ഇതിനുണ്ട്. എന്നപോലെ ഈ ലെങ്ത്തിന്റെ ഡബിൾ ഇത്രയും ലെങ്തിനുണ്ട്. അപ്പോ ഈ 2 ട്രയാങ്കിൾസിന്റെ 2 sides are proportional and the singular angle are common by the condition that we have discussed to tell the similarity of 2 triangles. Here comes one condition right now. Okay, and so we can tell these 2 triangles are similar. Mean their third sides also has such a relation. That means this side of the large triangle will be double of this side of the small triangle. എന്നപോലെ ഈ സൈഡിന്റെ ഡബിൾ ഇതുണ്ടാകും, ഈ സൈഡിന്റെ ഡബിൾ ഇതുണ്ടാകും. ഈ ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ഡബിൾ ആണ് വലിയ ട്രയാങ്കിളിനുള്ളതെല്ലാം. അതുകൊണ്ട് തന്നെ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ ഡബിൾ ആയിരിക്കും വലുതിനുണ്ടാകുക എന്ന് മനസ്സിലായി. ഇതേ സർക്കിളിൽ നമ്മൾ സ്ക്വയർ ആണ് ഇൻസ്ക്രൈബ് ചെയ്ത് ഇതേപോലെ സെന്ററിൽ നിന്ന് ജോയിൻ ചെയ്യിപ്പിച്ചാൽ കിട്ടുന്ന ഫിഗർ ഇങ്ങനെ ആയിരിക്കും. ഇതേ സർക്കിളിൽ 2 സ്ക്വയേഴ്സ് ആണ് ഉണ്ടാക്കിയത് എങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇപ്പോഴും നമുക്ക് പറയാം ഈ സ്മോളർ സ്ക്വയറിന്റെ സൈഡ്സിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ ഉള്ളത്. Therefore the perimeter of the large square will be double of the perimeter of the small square എന്ന് കാണാൻ പറ്റും. ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇഫ് വി ഡ്രോ റെഗുലർ പെന്റഗൺസ്, ഹെക്സഗൺസ്, ഹെപ്റ്റഗൺസ്, ഒക്ടഗൺസ് ലൈക്ക് ദാറ്റ് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ സൈഡ്സ് ഉള്ള പോളിഗൺസ് ഈ 2 സർക്കിളിലും വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ 10 സൈഡഡ് പോളിഗൺ ഈ ചെറിയ സർക്കിളിലും അതേപോലെ വലിയ സർക്കിളിലും വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് സച്ച് എ ഫിഗർ. ഇതിൽ 10 സൈഡഡ് പോളിഗൺ ഇതേപോലെ നമുക്ക് സെന്ററിൽ നിന്ന് ഇതിലൂടെ അങ്ങനെ വരച്ചു വെച്ചാൽ വി വിൽ ഗെറ്റ് 2 ട്രയാങ്കിൾസ്. ആ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് കാണാൻ പറ്റും. മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പോളിഗണിന്റെ ഈ ഡെക്കകളുടെ സൈഡ്സിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ ഉള്ളതിന് ഉണ്ടാകുക എന്നുള്ളതുകൊണ്ട് ഈ ഡെക്കകളുടെ പെരിമീറ്ററിന്റെ ഡബിൾ ആയിരിക്കും ഇതിന് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവണം എന്താ, ഈ ഉള്ളിലിരിക്കുന്ന പോളിഗണിന്റെ പെരിമീറ്ററിന്റെ ഡബിൾ ആണ് പുറത്തുള്ള പോളിഗണിന്റെ
perimeter. Now we know when we try to increase the number of sides of the polygons which come in these two circles, the perimeter of the inner polygon will come close to the perimeter of the inner circle. Like that, the perimeter of the outer polygon will come close to perimeter of the outer circle. ഉള്ളിലുള്ള പോളിഗണിന്റെ പെരിമീറ്റർ അതിന്റെ സർക്കിളിന്റെ പെരിമീറ്ററിന്റെ അടുത്തേക്ക് വന്നിരിക്കും. എന്നപോലെ പുറത്തുള്ള പോളിഗണിന്റെ പെരിമീറ്റർ പുറത്തുള്ള ഈ സർക്കിളിന്റെ പെരിമീറ്ററിന്റെ അടുത്തേക്ക് വന്നിരിക്കും. ഈ രണ്ട് പോളിഗൺസ് എപ്പോഴും ഇതിന്റെ പെരിമീറ്ററിന്റെ ഡബിൾ ഇതുണ്ട്. അതിപ്പോൾ നമുക്ക് മനസ്സിലായി. ഈ പോളിഗണിന്റെ പെരിമീറ്ററിന്റെ ഡബിൾ ഇതിനുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പോളിഗൺസും അവയുടെ ഈ രണ്ട് സർക്കിൾസിന്റെ പെരിമീറ്ററുകളുടെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സർക്കിൾസിന്റെ പെരിമീറ്ററുകളും ഒന്നിന്റെ ഡബിൾ ആയിരിക്കട്ടെ മറ്റത്. കാരണം അതിനടുത്ത് നിൽക്കുന്ന ഈ രണ്ട് സർക്കിൾസിന്റെയും പെരിമീറ്ററിന്റെ അടുത്ത് പെരിമീറ്ററുള്ള പോളിഗൺസിന്റെ പെരിമീറ്ററുകൾ ഒന്നിന്റെ ഡബിൾ ആണ് മറ്റെന്നുണ്ടെങ്കിൽ ഈ സർക്കിളിന്റെ പെരിമീറ്ററുകളും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ ഡബിൾ ആയിരിക്കണം മറ്റേ രണ്ടാണ്ട്. കാരണം അതിനടുത്ത് എത്തിയിട്ടുള്ള പോളിഗൺസിന്റെ പെരിമീറ്ററുകൾ തമ്മിൽ ഒന്നിന്റെ ഡബിൾ മറ്റതുണ്ട് എങ്കിൽ അതേ ബന്ധം സർക്കിൾസിനുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് സോ ദി പെരിമീറ്റർ ഓഫ് ദി ലാർജ് സർക്കിൾ ഹിയർ, ഔട്ടർ സർക്കിൾ, വിൽ ബി ഡബിൾ ഓഫ് ദി പെരിമീറ്റർ ഓഫ് ദി ഇന്നർ സർക്കിൾ. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഡയമീറ്റർ ഡബിൾ ആക്കിയ സമയത്ത് പെരിമീറ്റർ ഡബിളായി. അപ്പൊ ഡയമീറ്റർ ഇതിന് 1 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡയമീറ്റർ 2 യൂണിറ്റ്സ് ആയ സ്ഥിതിക്ക് ഇതിന്റെ പെരിമീറ്റർ പൈ ആയതുകൊണ്ട് ഇതിന്റെ പെരിമീറ്റർ 2π ആവും. അപ്പൊ നമുക്കിവിടെ മനസ്സിലാവണം എന്താന്ന് വെച്ചാൽ, വെൻ 2 സർക്കിൾസ് ആർ there, then their radii or their diameters, what ratio is there between the diameters? In that ratio will be their perimeters. The perimeters of 2 circles will be in the ratio of their diameters. ചിത്രമായി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സർക്കിൾസ് നമ്മൾ വരച്ചിട്ട് രണ്ട് ഡയമീറ്റേഴ്സിന് D1 D2 എന്നും അതിൻ്റെ പെരിമീറ്റേഴ്സിനെ P1 P2 എന്നും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പെരിമീറ്റേഴ്സ് P1 P2 തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ അവരുടെ ഡയമീറ്റേഴ്സ് ആയിട്ടുള്ള D1 D2 തമ്മിലുള്ള റേഷ്യോയിലാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഈ പെരിമീറ്ററുകൾ തമ്മിലുള്ള റേഷ്യോ ഡയമീറ്ററുകൾ തമ്മിലുള്ള റേഷ്യോയിലായിരിക്കണം. ഡയമീറ്റർ ഒന്നിന്റെ ഡബിൾ ആണ് മറ്റേനുള്ളത് എങ്കിൽ അതേ റേഷ്യോയിൽ പെരിമീറ്റർ നിൽക്കണം എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഒന്നിന്റെ ഡബിൾ ആയിട്ട് മറ്റുണ്ടാവും. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. Then, if the diameter of this smaller circle is 1, we have derived its perimeter is pi. Now, if this circle get the double the diameter of this one, mean if this one is 2, perimeter also must become double, mean if the perimeter of this one is pi, this will become double, mean it will be 2π. ഇവിടെ 1 ഉള്ളത് ഇവിടെ 2 ആയി എങ്കിൽ ഡയമീറ്റർ 1:2 എന്ന റേഷ്യോയിലായി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഡബിളായി. അപ്പോൾ പെരിമീറ്ററും അതേപോലെ മാറണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ളത് പൈ ആണെങ്കിൽ ദിസ് വിൽ ബി 2π. നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് ഇഫ് ദിസ് ഡയമീറ്റർ ഈസ് 2, പെരിമീറ്റർ വിൽ ബി 2π. എന്ന പോലെ ഇവിടെ 3 കൊടുക്കുകയാണെങ്കിൽ ഇഫ് ദി ഡയമീറ്റർ ഓഫ് ദിസ് വൺ ഈസ് 3, അറ്റ് ദാറ്റ് ടൈം ദിസ് വിൽ ബി 3π എന്ന് കിട്ടും. ഓക്കെ, പെരിമീറ്റർ ഓഫ് സർക്കിൾ വിത്ത് ഡയമീറ്റർ 2 യൂണിറ്റ്സ് ഈസ് 2π. 1 യൂണിറ്റ് ആയ സമയത്ത് പൈ ആയിരുന്നു, 2 യൂണിറ്റ്സ് ആയ സമയത്ത് ഇപ്പോൾ 2π എന്ന് മനസ്സിലായി. 3 യൂണിറ്റ്സ് ആകുന്ന സമയത്ത് 3π ആയിക്കോളും. 4 യൂണിറ്റ്സ് ആകുന്ന സമയത്ത് 4π ആയിക്കോളും. 5 യൂണിറ്റ്സ്, ഇഫ് ദി ഡയമീറ്റർ ഈസ് 5 യൂണിറ്റ്സ് ദെൻ ഇറ്റ് ഈസ് 5π. അപ്പൊ പൊതുവിൽ പറയുകയാണെങ്കിൽ ഡയമീറ്ററിന്റെ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് പെരിമീറ്റർ. ഇഫ് ദി ഡയമീറ്റർ ഈസ് ഡിനോട്ടഡ് ബൈ d, perimeter will be dπ, as like 4π, 3π, 2π. If the diameter is denoted by d, then the perimeter will be dπ. Diameter എന്ന് പറഞ്ഞാൽ 2 times radius ആണ്. അപ്പോൾ ഡയമീറ്ററിന് പകരം റേഡിയസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീനെ മാറ്റിയിട്ട് 2r എന്ന് വരും. 2r into pi. 2r into pi എന്ന് പറഞ്ഞാൽ 2πr എന്നും പറയാം. ദാറ്റ് മീൻ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് r. റേഡിയസിന് r എന്ന് ഡയമീറ്ററിന് സൂചിപ്പിക്കുന്നതിന് പകരം റേഡിയസ് കൊണ്ട് പറയുകയാണെങ്കിൽ ഇഫ് ദി റേഡിയസ് ഈസ് r, then the perimeter is 2r pi or 2πr.
വി വിൽ ഗെറ്റ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. ഈ റിസൾട്ട് കിട്ടാനാണ് നമ്മൾ ഇത്രയും നേരം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. പെരിമീറ്റർ ഓഫ് സർക്കിൾ വിത്ത് റേഡിയസ് ആർ ഈസ് 2πr. ഇത് ഡി പൈ തന്നെയാണ്. 2r can be taken as d, therefore d pi, that is 2πr. Perimeter of circle with radius r, units is 2πr. You have to write such a result in your mathematics notebook. നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു റിസൾട്ടാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇതുവരെ പറഞ്ഞ ചർച്ചയിൽ നിന്ന് നിങ്ങൾ എഴുതേണ്ട റിസൾട്ട് ഒന്ന് ഇതാണ്. അതിന് മുമ്പ് എഴുതേണ്ട റിസൾട്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് മീൻ diameters of the circles are in the ratio as their perimeters. Okay, perimeters of circles are in the ratio of their diameters. ഈ റിസൾട്ടും നിങ്ങളുടെ നോട്ടിൽ എഴുതാം. Now, applying this result, let us have some problems done. See the textbook problems. The perimeter of a regular hexagon with vertices on a circle is 24 centimeters. What is given? A regular hexagon, their vertices are on a circle. Its perimeter is 24. First question. What is the perimeter of a square with vertices on the circle? ഇതേ സർക്കിളിലുള്ളത് സ്ക്വയർ ആണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ എന്താണ്? What is the perimeter of a square with vertices on a circle of double the diameter? If we consider a square like this in a circle such that its diameter is double of this one, what will be its perimeter? അപ്പം നമുക്ക് ആദ്യത്തെ ഇതിന്റെ ആൻസർ കിട്ടുമ്പോൾ ഇത് നേരിട്ട് പറയാൻ പറ്റും. What is the perimeter of an equilateral triangle with vertices on a circle of diameter half that of the first circle? അത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇറ്റ് ഈസ് സെറ്റ് ഫസ്റ്റ് എ റെഗുലർ ഹെക്സഗൺ ഇസ് vertices are on a circle. ആ പിക്ചർ നമുക്ക് വരച്ചേക്കാം. പിന്നെ അതേ സർക്കിളിൽ സ്ക്വയർ ഉണ്ട്. അതേ സർക്കിളിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് ഈ മൂന്ന് ചിത്രങ്ങൾ കൂടി ഒന്നിച്ച് വരക്കാം. ശ്രദ്ധിക്കാം, ഇതാണ് തന്നിട്ടുള്ളത്. ആദ്യം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് സെറ്റ് ദിസ് പെരിമീറ്റർ ഓഫ് ദി ഹെക്സഗൺ ഈസ് 24. വാട്ട് അബൌട്ട് ഇറ്റ്സ് വൺ സൈഡ്? ദെൻ വൺ സൈഡ് ഈസ് ഈക്വൽ ടു വൺ സൈഡ് എന്ന് പറയുന്നത് സിൻസ് ദി പെരിമീറ്റർ ഈസ് 24, വൺ സൈഡ് വിൽ ബി 24 ഡിവൈഡഡ് ബൈ 6. ഓൾ സൈഡ്സ് ആർ ഈക്വൽ ബിക്കോസ് ഇറ്റ് ഈസ് റെഗുലർ ഹെക്സഗൺ. 34 by 6 is equal to 4. Therefore, radius of this circle can be told as 4. ഇതിന്റെ റേഡിയസ് 4 ആണെന്ന് മനസ്സിലാക്കേണ്ടി വരും. ബിക്കോസ് നമ്മളിങ്ങനെ റെഗുലർ ഹെക്സഗൺ ഉണ്ടെങ്കിൽ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഇവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടുന്നു. അതുപോലത്തെ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാവും നമ്മൾ കണ്ടതാണ്. Therefore, one of the sides of that equilateral triangle is this radius of the circle. അപ്പോൾ ഇത് 4 ആണെങ്കിൽ അതിന്റെ ഡയമീറ്റർ 8 ആയിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം പറയാം. ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് നൗ 8. Diameter of circle is equal to 2 times 4, that's equal to 8. 8 ആണ് മനസ്സിലായി. 8 സെന്റിമീറ്റർ. ഡയമീറ്റർ 8 ആണെന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇതുവരെയുള്ള ഈ ഡിസ്റ്റൻസ് നമുക്ക് ഈ ഫിഗറിലേക്ക് വരാം. ഇതേ സർക്കിളിൽ സ്ക്വയർ ആണ് ഈ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. It is said this much length is now, that is diameter is now we obtained 8. What will be, how much will be this one? One side എന്ന് പറയുന്നത്, one side of the square എന്ന് പറയുന്നത് അതിൻ്റെ this one is an isosceles right angle triangle. Isosceles right angle because this one 90 degree means these two angles are 45 and 45. Therefore, we know its sides are in the ratio 1:1:2. If the hypotenuse is 8, that means this one multiplied by √2 times will be this one. ഇതിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 8 കിട്ടിയത്. തിരിച്ചിങ്ങോട്ടേക്ക് കിട്ടണമെങ്കിൽ വൺ സൈഡ് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഡിവൈഡ് ദാറ്റ് 8 by √2. 8നെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യണം. 8നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 8നെ 2 times 4 എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 2 times 4 by √2 എന്ന് എഴുതുമ്പോൾ ഈ 2നെ വീണ്ടും നമുക്ക് √2 into √2 into 4 divided by √2 mean these √2's get cancelled. Therefore, there will be 4√2. That means one side is 4√2. ഈ length 4√2. Therefore, what would be perimeter? അപ്പോൾ 4 times perimeter is equal to perimeter of square. Perimeter is equal to, that is perimeter of square is equal to 4 times
4 root 2, that's equal to 16 root 2. Now we have answered the first part of that question. What was the question? What is the perimeter of a square with the vertices on this circle? What is the perimeter of a square with the vertices on a circle of double the diameter? Diameter double ആയിട്ടുള്ള ഒരു സർക്കിളിനാണ് ഈ സ്ക്വയർ വരച്ചതെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ഇസ് പെരിമീറ്റർ? ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. അത് നമുക്ക് നോക്കി പറയാവുന്നതല്ലേ ഉള്ളൂ. ഇതിൻ്റെ ഡയമീറ്ററിൻ്റെ ഡബിളുള്ള ഡയമീറ്ററിലുള്ള സ്ക്വയറിൻ്റെ പെരിമീറ്റർ ഇതിന് ഡബിൾ ആയിരിക്കും. അപ്പോൾ അത് പറയാവുന്നതേ ഉള്ളൂ. Therefore, perimeter of the square inscribed in a circle with a double diameter will be double of this perimeter. Therefore, 2 times 16 root 2 will be 22 root 2 എന്ന് എഴുതേണ്ടതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ തേർഡ് ക്വസ്റ്റ്യൻ്റെ അതിലുള്ള തേർഡ് പാർട്ട് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. We need to answer that one. What is the perimeter of an equilateral triangle with vertices on a circle of half that of the first circle? ഈ സർക്കിളിൻ്റെ ഹാഫ് റേഡിയസിൽ അല്ലെങ്കിൽ ഹാഫ് ഡയമീറ്റർ ഉള്ള സർക്കിളിലുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണെന്ന്. അപ്പോൾ അതിന് നമുക്ക് ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കിട്ടിയാൽ മതി. അതിൻ്റെ ഹാഫ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഡിയസ് 4 യൂണിറ്റ്സ് ആണ്, 4 സെൻറ്റിമീറ്റേഴ്സ് ആണെന്ന് അറിയാം. അതായത് സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ ഉണ്ടാവും. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 4 ആണെന്ന് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ആ ഡിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഹിയർ സപ്പോസ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് ദേർ. അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 4 യൂണിറ്റ്സ്, 4 സെൻറ്റിമീറ്റേഴ്സ് നമ്മൾ മാർക്ക് ചെയ്തു. നമുക്കറിയാം ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യിപ്പിച്ചാൽ 3 സ്മോളർ ട്രയാങ്കിൾസ് ആർ ദർ. ദേ ആർ ഓൾ ഈക്വൽ ട്രയാങ്കിൾസ്. ദെയർഫോർ ഇവിടെ നിന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചാൽ കിട്ടുന്ന ഈ ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിന് നേരെ പെർപെൻഡിക്കുലർ വരക്കുകയാണെങ്കിൽ ഇവിടെ 60 ഡിഗ്രി വരും. ഓക്കെ, ഹിയർ വെൻ വി ഡ്രോപ്പ് എ പെർപെൻഡിക്കുലർ ലൈക്ക് ദിസ്, മുമ്പ് നമ്മൾ ചെയ്താണ്, ഇവിടെ 90 ഡിഗ്രി ആവും. ഇവിടെ ഇങ്ങോട്ടേക്ക് ഉണ്ടാകാനുള്ള ഈ ടോട്ടൽ ആംഗിൾ ഇവിടെ ഉണ്ടാകാനുള്ള ആംഗിൾ 120 ഡിഗ്രി ആയതുകൊണ്ട് ഇത് 60 ആയിരിക്കും. ദിസ് ആംഗിൾ വിൽ ബി 60, സോ ദാറ്റ് ദിസ് വിൽ ബി 30. ഓക്കെ, ഇതിനൊരു സെൻറ്ററിന് O എന്നും ഇതിനെ A എന്നും ഇതിനെ ABC ആൻഡ് ദിസ് വൺ ഇസ് D. നമുക്ക് OD OA എങ്ങനെ പറഞ്ഞാലും മതി. OA, ദിസ് ലെങ്ത് ഈസ് നൗ 4. That is 90 degree opposite side is 4. Therefore, 30 degree opposite side OD will be what? OD is equal to 2 then. Therefore, AD will be what? 2 into root 3 it is there. AD is equal to 2 times, if this one is 2 root 3. This one multiplied by root 3. Therefore, AD is equal to 2 into root 3. AD 2 root 3. Therefore, what about AB? AB will be, it's double. AB എന്തായിരിക്കണം? AB is equal to, നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് കോഡിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ കോഡിനെ ബൈസെക്ട് ചെയ്യും. അപ്പോൾ AD എത്ര ഉണ്ടോ അതിന് ഡബിൾ ഉണ്ടായിരിക്കും AB. Therefore, AB is equal to 2 root 3യുടെ ഡബിൾ. 2 root 3യുടെ ഡബിൾ 4 root 3. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 4 root 3 എന്ന് മനസ്സിലായി. അപ്പം പിന്നെ ഇതിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും? Therefore, perimeter is equal to perimeter is equal to 3 times 4 root 3. 3 times 4 root 3 will be 12 root 3. നമ്മളോട് ഇതിൻ്റെ പെരിമീറ്റർ അല്ല ചോദിച്ചത്. ഈ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ ഹാഫ് റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും എന്നുള്ളതാണ്. ഹാഫ് റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ ഇതേപോലെ ട്രയാങ്കിൾ വരച്ചാൽ അതിൻ്റെ പെരിമീറ്റർ അത് ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. Therefore, the perimeter of the required triangle is perimeter of required triangle is ഇതേപോലത്തെ ഇതിൻ്റെ ഹാഫ് റേഡിയസ് ഉള്ള അല്ലെങ്കിൽ ഹാഫ് ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരച്ചാൽ അതിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചാൽ അതിൻ്റെ പെരിമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. പെരിമീറ്റർ ഓഫ് റിക്വേർഡ് ട്രയാങ്കിൾ വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ് വൺ. നമുക്കറിയാലോ ഡയമീറ്റേഴ്സിൻ്റെ റേഷ്യോയിലായിരിക്കും അതിൻ്റെ സർക്കിൾസിൻ്റെ പെരിമീറ്റേഴ്സ് മാറുക. കറസ്പോണ്ടിങ് പോളിഗൺസിൻ്റെ പെരിമീറ്റേഴ്സും അതേ റേഷ്യോയിലേക്ക് ഉണ്ടാകുക നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. Therefore, it will be ഇതിൻ്റെ ഹാഫ് ആയിരിക്കും ഉണ്ടാകുക. ഡയമീറ്റർ ഹാഫ് ആകുമ്പോൾ പെരിമീറ്റർ ഇതേപോലെ ഹാഫായി വരും. 12 root 3ൻ്റെ ഹാഫ് ഇറ്റ് വിൽ ബി 6 root 3. Yes. Okay. You can draw such 3 figures and this explanation in your notebook. Now, let us have these 2 questions also.
ഇത് ചെയ്ത് നോക്കാനൊന്നുമില്ല, ജസ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഇതുവരെ ഉപയോഗിച്ച റിസൾട്ട് നേരിട്ട് അപ്ലൈ ചെയ്യേണ്ട രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ടും. എ വയർ വാസ് ബെൻഡ് ഇൻ ടു എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 4 centimeters. What would be the diameter of a circle made by bending a wire of half the length? ഒരു വയർ ബെൻഡ് ചെയ്ത് സർക്കിളാക്കി മാറ്റിയപ്പോൾ അതിൻ്റെ ഡയമീറ്റർ 4 ആണെങ്കിൽ ഇതേ വയറിൻ്റെ പകുതി ലെങ്ത്തുള്ള വയർ ബെൻഡ് ചെയ്താൽ ഡയമീറ്റർ എന്താകും എന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാലോ, ഡയമീറ്റേഴ്സും രണ്ട് സർക്കിളിൻ്റെ ഡയമീറ്റേഴ്സ് ഉള്ള റേഷ്യോയിൽ തന്നെയാണ് അതിൻ്റെ പെരിമീറ്റേഴ്സും ഉണ്ടാവുക. ഇവിടെ പെരിമീറ്റേഴ്സ് ഹാഫ് ആകുക എന്നാണ് പറയുന്നത്. ആദ്യമുള്ളതിൻ്റെ ഹാഫ് ലെങ്ത് ഉള്ള വയറാണ് പിന്നെ ബെൻഡ് ചെയ്യണത്. അപ്പോൾ ഡയമീറ്ററും ഹാഫ് ആവും. വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ദർഫോർ ദി ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ വിൽ ബി 2 centimeters. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ, ഇതേപോലെ പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ദി പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 2 meters വാസ് മെഷേർഡ് ആൻഡ് ഫൗണ്ട് ടു ബി അബൌട്ട് 6.28 meter. ദി പെരിമീറ്റർ ഓഫ് എ സർക്കിൾ is given 6.28. Its diameter is 2 meters. അത് കാൽക്കുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. ഡയമീറ്റർ 2r ആണ്. 2πr എന്നുള്ളതിൽ 2r മാത്രം 2 ഉണ്ട്. അപ്പോൾ 3.14 into 2 കണ്ടതാണ് 6.28. How do we compute the perimeter of a circle of diameter 3 meter without measuring? അപ്പോൾ 2 meter ഉള്ള ഒരു സർക്കിളിൻ്റെ 2 meter ഡയമീറ്റർ ഉള്ള സർക്കിളിൻ്റെ പെരിമീറ്റർ 6.28 ആണ്. ഓക്കെ, നമുക്ക് പറയാം പെരിമീറ്റേഴ്സ് ആർ ഇൻ ദി റേഷ്യോ ഓഫ് ഡയമീറ്റേഴ്സ്. നമ്മൾ കണ്ടതാണ്. അപ്പോൾ 2 3 മീറ്ററായി മാറുന്നുണ്ടെങ്കിൽ, ഡയമീറ്റർ 2 3 മീറ്ററായി മാറുന്നുണ്ടെങ്കിൽ അതേ റേഷ്യോയിൽ പെരിമീറ്റർ മാറും. 2 3 ആകുമെന്ന് പറഞ്ഞാൽ ഡയമീറ്റർ 1.5 times ആകാണ്. Therefore the perimeter also will become like that. Therefore the next circle with the diameter 3 meter will get 1.5 times of the 6.28. Therefore 6.28 into 1.5 will give the perimeter of the next circle. Now let us have some questions discussed from the page 163. Read the first question. In the picture below, a regular hexagon, square and a rectangle are drawn with their vertices on a circle. Calculate the perimeter of each circle. We needed to find out the perimeters of these 3 circles. Here a regular hexagon is given, its one side is 2 centimeter. Okay, and so we know if such a regular hexagon is inscribed in a circle, its radius also will be 2 centimeter. Radius 2 centimeter mean diameter will be 4 centimeter. We know the perimeter of the circle will be d pi or pi into diameter. Pi into diameter means pi into 4. Okay, therefore it is 4 pi. The perimeter of the circle will be 4 pi. We know the approximate value of pi is 3.14. Therefore you can multiply 4 by 3.14. Not compulsory that multiplication. You can stop the answer that as 4 pi. That's enough. And so we can calculate this perimeter of the circle. If this much length is 2 centimeter, mean what about its diameter? Diameter will be 2 root 2, because this one is a square, means this will be the hypotenuse of the right angular triangle. At the same time that is the diameter of the circle also. This 2 ആണ്, ഇതും 2 ആയിരിക്കും. This will be 2 root 2 ആയിരിക്കും. 2 root 2 ആണെന്നുണ്ടെങ്കിൽ its perimeter is pi d, pi into 2 root 2. ഓക്കെ, അത്ര ചെയ്യേണ്ടതുള്ളൂ. ഇനി ഇത് 2ഉം ഇത് 1.5 ആണ് എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദിസ് വൺ ബൈ Pythagoras. You will get the hypotenuse of the right angular triangle. At the same time, that one is the diameter of the circle. Then we will get the perimeter of that one also. How it done? അത് ഈ പാർട്ട് നിങ്ങൾക്ക് വിട്ടാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഞാൻ വിശദീകരിച്ചു. An isosceles triangle with vertices on a circle is shown in the picture. This one is an isosceles triangle. This one is a circumcircle. Circle shown in the picture. What is the perimeter of the circle? ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ എന്താണെന്ന് നമുക്കിതിൻ്റെ റേഡിയസോ അല്ലെങ്കിൽ ഡയമീറ്ററോ കിട്ടണം. അപ്പോൾ നമുക്ക് ഇതൊരു ചിത്രം വരച്ച് നോക്കാം. ഇതിൻ്റെ വി ഹാവ് ടു കാൽക്കുലേറ്റ് ഇറ്റ്സ് ഡയമീറ്റർ ഓർ റേഡിയസ്. ഇതേ ചിത്രം ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. This much length 4 centimeter. This one is also 4 centimeter.
ഐസോസിലസ് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ലെങ്ത് ഈക്വൽ ആണ്. ദിസ് വൺ 4, ദിസ് വൺ 4. നമ്മളതൊന്ന് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് മച്ച് ലെങ്ത് ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് ആണ് തന്നിട്ടുള്ളത് 4 ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഹൈറ്റ് 4 ആണ്. നമുക്ക് ഇത് ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഇത് റേഡിയസ് ആണ്. സെൻറ്റർ ഇവിടെ ഉണ്ടാവും. സെൻറ്റർ ഈ ലൈനിലുണ്ടായിരിക്കും. ഐസോസിലസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ സെൻറ്ററിലൂടെ പാസ് ചെയ്യാം. Therefore, ഈ ലെങ്തിനെ നമുക്ക് തൽക്കാലം റേഡിയസ് എന്ന് കൊടുക്കാം. ഈ ദിസ് മച്ച് ലെങ്ത് വിൽ ബി റേഡിയസ്. ദിസ് ലെങ്ത് ഈസ് നൗ റേഡിയസ്. അപ്പോൾ ഇതും റേഡിയസ് തന്നെയാണ്. ഇറ്റ് ഈസ് സെഡ് ദിസ് ടോട്ടൽ ലെങ്ത് ഈസ് 4. Therefore, this piece alone will be 4 minus r. ടോട്ടൽ ലെങ്ത്തിൽ ആയ 4ൽ നിന്ന് 6 മൈനസ് ചെയ്താണ് ഇതിലുണ്ടാകുന്നത്. This one is drawn perpendicular to base. ഇവിടെ 90 ഡിഗ്രിയാണ്. This much length is 2 because total length is 4. അപ്പോൾ ഇതിൽ നിന്ന് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നമുക്ക് 6 ഉള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതായത് this r square is equal to from this one hypotenuse square is equal to this one base and altitude. Therefore 4 minus r whole square plus 2 square. 4 minus r whole square plus 2 squared. 4 minus r whole square will be 4 squared minus 8r plus r square plus 2 square. That is r square is equal to, this one can be expanded as a minus b whole square. Therefore 4 square minus 8r plus r square. Now these r square are there, both sides can be cancelled. This minus 8r taking to the other side, it will be 8r is equal to 4 square is equal to 16 plus 2 square is 4. Therefore r is equal to 16 plus 4, it is 20 by 8. 20 by 8 will be 10 by 4, it will be 2.5 centimeter. Radius of the circle is 2.5 centimeter. Therefore diameter 2r will be 5 centimeter. Therefore perimeter of the circle is equal to 2 pi r or d pi. 2 pi r എന്ന് കൊടുക്കുകയാണെങ്കിൽ pi into 2r നിന്ന് pi into ഈ പൈനെ മാത്രം എടുത്ത് വെച്ചു 2r is equal to 5. pi into 5 പറയാൻ സുഖം 5 pi എന്നാണ്. 5 pi centimeter is the perimeter of the circle and so we have calculated. പിന്നീട് ആ ക്വസ്റ്റ്യനിൽ തന്നെ വീണ്ടും 2 ചോദ്യങ്ങളുണ്ട്. ഇവിടെ അതേ പേജിൽ 163 2 ചോദ്യങ്ങളും കൂടെ ഉണ്ട്. അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. യു ക്യാൻ ട്രൈ യുവർ സെൽഫ് ടു ആൻസർ ദീസ് 2 questions. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ കൂടി ചെയ്ത് നോക്കുക. എനിവേ ലെറ്റ് us conclude now. Thank you all.